കൊല്ലം സ്വദേശി അതുല്യ ശേഖറിനെ ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഭർത്താവ് സതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ്. ശാരീരിക പീഡനം, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കുംഭാഗം പോലീസാണ് കേസെടുത്തത്. അതുല്യയെ സതീഷ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ മകൾ പീഡനം നേരിട്ടിരുന്നതായി കുടുംബം പറഞ്ഞു. വീട്ടിൽ പോയി അവള് ബിരിയാണിയൊക്കെ കഴിച്ച സന്തോഷത്തെ ആനായൊക്കെ ചെത്തി പൂളി തിന്നെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ കോളിൽ വിളിച്ചപ്പം ഹാപ്പിയായിട്ട് അവർ അനിയത്തിയും ചേട്ടത്തിയോട് എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. കുഞ്ഞ് നമ്മളറിഞ്ഞില്ല എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു ഗതി വരും. ഇതിനു മുമ്പ് എൻ്റെ കുഞ്ഞിനെ അവൻ ഇതേപോലെ വീട്ടിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ അവൻ ഇവിടെ വരുന്നതിന് ആദ്യമൊക്കെ ഇവിടെ വരുന്നതിനായിരുന്നു അവന് ഇഷ്ടക്കേട്. അത് കഴിഞ്ഞ് പിന്നെ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവിടെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങൾ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ മിണ്ടുന്നതും പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും മിണ്ടിയോ പറയുകയോ ചെയ്യുന്നതിനൊക്കെ അവന് ഭയങ്കര എതിർപ്പായിരുന്നു. അന്നേരമൊക്കെ എൻ്റെ കുഞ്ഞിനെ അവന് വീട്ടിൽ ചെന്നിട്ട് ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, വിഭജികയുടെയും മകളുടെയും വാർത്ത നമ്മളെ ഏറെ വേദനിപ്പിച്ചതാണ്. നമ്മൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വരുന്നതിനിടയിലാണ് സമാനമായ രീതിയിൽ മറ്റൊരു വാർത്ത കൂടി ഷാർജയിൽ നിന്ന് നമ്മളെ തേടിയെത്തിയത്. അതുല്യ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്യില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണോ കുടുംബം എന്താണ് ഈ ഭർത്താവ് സതീഷിനെതിരെ പറയുന്ന കാര്യങ്ങൾ? ആര്യ, ഷാർജയിൽ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യ സതീഷിനെയാണ് റോളയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണത്തിൽ അടിമുടി ദുരൂഹത ഉണ്ടെന്നാണ് നാട്ടിലെ കുടുംബം ആരോപിക്കുന്നത്. ഭർത്താവ് ഉപദ്രവിച്ചതിന് പിന്നാലെ മനംനൊന്ത് ജീവനൊടുക്കിയതാണെന്ന് ചില സൂചനകൾ ബന്ധുക്കളിൽ നിന്നും വരുന്നുണ്ട്. എന്തായാലും ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ഈ അതുല്യയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നത്. അവർ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു പരാതി നൽകിയത്. 1.5 വർഷം മുൻപാണ് സതീഷ് അതുല്യയെ ഷാർജയിൽ കൊണ്ടുപോകുന്നത്. ഇവർക്ക് ഒരു മകളുണ്ട്. മകൾ നാട്ടിലെ ഈ അതുല്യയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമാണ് പഠിക്കുന്നതും വളരുന്നതും. ദുബായിലുള്ള ഒരു കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറാണ് അതുല്യയുടെ ഭർത്താവായ സതീഷ്. ഇയാൾ മദ്യത്തിന് അടിമയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഇരുവരും വഴക്കുണ്ടായിരുന്നു. ഈ വഴക്കുണ്ടായതിനെ തുടർന്ന് സതീഷ് വീട് വിട്ടിറങ്ങിപ്പോയ സാഹചര്യമുണ്ടായി. അങ്ങനെ പിന്നീട് തിരികെ എത്തിയപ്പോഴാണ് അതുല്യയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. മരണത്തിൽ ഷാർജ പോലീസ് കേസെടുത്തതായിട്ടും അറിയുന്നുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അടിമുടി ദുരൂഹതകൾ കുടുംബം ആരോപിക്കുന്നു. അതിന്റെ ചില ചില ദൃശ്യങ്ങളും ഓഡിയോ സന്ദേശങ്ങളും എല്ലാം ഈ കുടുംബത്തിൽ എത്രത്തോളം കൊടിയ പീഡനമാണ് ആ വീടിനുള്ളിൽ അതുല്യ നേരിട്ടത് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് എന്നതാണ് സാഹചര്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ ഒക്കെ നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നതും കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. ഈ വേദന സഹിക്കവയ്യാതെ ആക്രമണത്തിൽ അലമുറയിട്ട് കരയുന്ന അതുല്യൊക്കെ നമ്മൾ കണ്ടു. ഈ കുടുംബത്തിന് ഇത്തരത്തിൽ ഈ സതീഷിനെ കുറിച്ച്, സതീഷ് ഇത്തരം നിരന്തരം ഉപദ്രവിക്കുന്ന ആളായിരുന്നു എന്നതിനെ കുറിച്ച് നേരത്തെ വിവരം ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായും ഉണ്ടായിരുന്നു ആര്യ. 2014 ഇരുവരുടെയും വിവാഹം നടന്നത്. 43 പവനും ഒരു ബൈക്കും സ്ത്രീധനമായി നൽകുകയും ചെയ്തിരുന്നു എന്നാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ സതീഷ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും കേസെടുത്തിരിക്കുന്നതും. അപ്പോ ഇത് നമുക്ക് ഈ അതുല്യയുടെ മാതാപിതാക്കൾ പോലീസിനോട് മൊഴി നൽകിയത് തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ സ്ത്രീധനത്തിന്, ഞാനിപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിരന്തരം മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവർ അന്നും പോലീസിൽ പരാതി നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. അന്നെല്ലാം ഇയാളെ വിളിക്കുമ്പോൾ ഇയാൾ വളരെ മാന്യനായി സംസാരിക്കുന്നു, മാപ്പ് പറയുന്നു, അതുല്യയുടെ മുന്നിൽ മാപ്പ് പറയുന്നു, ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് മാപ്പ് പറയുന്നു. ഈ മാപ്പ് പറയത്തിൽ പിന്നാലെ ഇവർ പരാതി പിൻവലിച്ച സാഹചര്യം ഉണ്ടായി. അങ്ങനെ പരാതി പിൻവലിച്ചിട്ട് വീണ്ടും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ഇരുവരും ദുബായിലേക്ക് തിരിച്ചു പോകുന്നത്. കുട്ടിയെ ദുബായിലേക്ക് കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുട്ടിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞിനെ വീണ്ടും നാട്ടിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ എത്ര വയസ്സുള്ള മകളാണ് വിനീഷ്? മകൾക്ക് 11 വയസ്സാണ് പ്രായം.
ക്ഷമിക്കണം, 10 വയസ്സാണ് പ്രായം. മകൾ നാട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 11 വർഷത്തോളം ആകുന്നു എന്നാണ് നമുക്കറിയുന്നതും. അപ്പോൾ ഈ മകൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും പഠിക്കാനും നാട്ടിൽ നിൽക്കാനും എല്ലാം ഈ അതുല്യയുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനാണ് താല്പര്യം. അതാണ് അതുല്യയും ആഗ്രഹിച്ചിരുന്നത്. കാരണം മകൾ ഇവരോടൊപ്പം ഷാർജയിലുള്ള സമയത്തും ഇയാൾ ഇത്തരത്തിലുള്ള വീട്ടിൽ അക്രമം നടത്തുകയും മദ്യത്തിന് അടിമപ്പെട്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇയാളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടിക്കും ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ കുട്ടിയുടെ ഒരു സംരക്ഷണം എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതുല്യ ഈ കുട്ടിയെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. അങ്ങനെ നാട്ടിലാണ് കുട്ടി പഠിക്കുന്നതും. അപ്പം എന്തായാലും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നാക്കുന്നത് വളരെ ഞെട്ടലോടെയാണ്. ഒരു കസേര എടുത്ത് അതുല്യയെ അടിക്കാൻ തുടങ്ങുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ വരുന്നു. അതുപോലെ തന്നെ ഒരു മാരകായുധം വെച്ചിട്ട് അയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായിട്ട് വരുന്നു. അതുപോലെ ഈ അതുല്യക്ക് മർദ്ദനമേറ്റ പാടുകളുടെ ദൃശ്യങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇതെല്ലാം വലിയ ഒരു തെളിവായിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ ബന്ധുക്കൾക്കും വലിയൊരു ഞെട്ടലാണ് അനുഭവപ്പെട്ടിരുന്നത്. കാരണം ഈ സഹോദരി, ഈ അതുല്യയുടെ ഒരു സഹോദരിയും ഇപ്പോൾ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിന് സമീപത്തായിട്ട് താമസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരിക്കും ഇത്തരം കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഷാർജ പോലീസ് അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. വിനീഷ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവരും ചോദിച്ചു പോകുന്ന കാര്യമാണ്, ഈ ക്രൂരതകളൊക്കെ സഹിച്ച് അവർ എന്തിനവിടെ നിന്നു, അവരെ അവിടെ തുടരാൻ അവരുടെ വീട്ടുകാർ എന്തിന് സമ്മതിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു ദാരുണമായ സംഭവം നടന്നതിന് ശേഷം കുടുംബം രംഗത്തേക്കെത്തി നിരന്തരം മർദ്ദിച്ചിരുന്നു, സ്ത്രീധന പീഡനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. പക്ഷേ അതിനു മുമ്പ് അവർ നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ കുടുംബം എന്തുകൊണ്ടാണ് അതുല്യയെ തിരികെ വീട്ടിലേക്ക് വിളിക്കാതിരുന്നത്? അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നില്ലേ? എന്താണ് കുടുംബം പറയുന്നത്? ആര്യ, നമുക്ക് അത്തരം വിവരങ്ങൾ നമ്മൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നിരന്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം പീഡനത്തിന് ഇരയാവുമെങ്കിലും അതുല്യക്ക് ഭർത്താവിനോടുള്ള സ്നേഹം വലുതായിരുന്നു. അടിക്കടി ഇയാളുടെ സ്വഭാവത്തിന് ചില മാറ്റങ്ങൾ വരുമെന്നാണ് പറയുന്നത്. കാരണം അതുല്യയെ ഉപദ്രവിച്ചാലും അയാൾ പിന്നീട് അതുല്യയോട് വലിയ രീതിയിലുള്ള സ്നേഹവും അടുപ്പവും പ്രകടിപ്പിക്കും, മാപ്പ് പറയും. ഇങ്ങനെ ആവുമ്പോൾ അതുല്യയുടെ മനസ്സ് മാറും, ഭർത്താവിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും. അങ്ങനെ ആവുമ്പോഴാണ് ഇവര് വീണ്ടും വലിയ രീതിയിൽ പരാതികളൊന്നും കൊടുക്കാൻ തയ്യാറാവുന്നത്. അപ്പം അത് ഇയാൾ മാനസിക വിഭ്രാന്തിയെ പോലെ ഉള്ള ഒരാളെ പോലെയൊക്കെ പലപ്പോഴും പെരുമാറാറുണ്ടെന്നൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ ഇതെല്ലാം അതുല്യ ക്ഷമിച്ച് സഹിച്ച് ഇയാളോടൊപ്പം ജീവിക്കാൻ തന്നെ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ്. പക്ഷേ അതെല്ലാം വലിയൊരു ദുരന്തത്തിലേക്ക് ചെന്നു പെട്ടു. അതുല്യയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോൾ ഒരു വോയിസ് ക്ലിപ്പ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കത് ലഭ്യമാകും അല്പസമയത്തിനകം തന്നെ. സഹോദരിക്ക് അയച്ചു കൊടുത്തൊരു വോയിസ് ക്ലിപ്പാണ്. ആത്മഹത്യ ചെയ്യാൻ പോലും തനിക്ക് പേടിയാണ് എന്ന തരത്തിലുള്ള ഒരു വോയിസ് സന്ദേശം അയച്ചു കൊടുത്തിട്ടുണ്ട് അതുല്യ. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കൊടിയ പീഡനത്തിന് ഈ അതുല്യ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മനസ്സ് മുരടിച്ച് അയാളോടൊപ്പം ജീവിക്കേണ്ട സാഹചര്യം നിലനിന്നിരുന്നു. അത്രത്തോളം പീഡനം ഏറ്റതുകൊണ്ടാണ് അതുല്യ ജീവനെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആര്യ, ശരി. എസ് വിനീഷാണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും അതിക്രൂര പീഡനമാണ് ഒരുപാട് കാലങ്ങളായി അതുല്യ നേരിട്ടത്. ഏറ്റവും ഒടുവിൽ സ്വയം ജീവൻ എടുക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. ഒരു പക്ഷേ അതിനപ്പുറം നമ്മൾ പറയാറുണ്ട്. പക്ഷേ അവരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ രക്ഷപ്പെടാനും ജീവിക്കാനും ഒക്കെയുള്ള ഒരുപാട് വഴികൾ മുന്നിലുള്ളപ്പോഴാണ് പെൺകുട്ടികൾ ഇങ്ങനെ സ്വയം ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുന്നത് എന്നത് വിഷമകരമാണ്. അതിന് വേണ്ട കൃത്യമായ ബോധവൽക്കരണമൊക്കെ നടക്കേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.